കാര്യം കടലും ഞാനും തമ്മിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളുടെ പരിചയമുണ്ടെങ്കിലും എപ്പോഴൊക്കെ ഇങ്ങനെ കടൽ നോക്കി നിൽക്കുമ്പോഴും എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റാണ് എനിക്ക് സ്വിമ്മിങ് അറിയില്ല എന്നുള്ളത് കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്തോട്ട് വരുമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കോതമംഗലത്ത് എനിക്കൊരു അടിപൊളി സ്പോട്ട് കിട്ടിയത് സ്വിമ്മിങ് പഠിപ്പിക്കാൻ, പിന്നെ അതിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിനറും. അങ്ങനെ ഈ വെക്കേഷൻ ഞാനൊന്ന് ട്രൈ ചെയ്തു, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ വെറുതെ ഇത് ബോറടിച്ചപ്പം എന്നാൽ പിന്നെ ആ ഒരു കൈ നോക്കിയേക്കാം എന്ന് വിചാരിച്ച് പഠിക്കാൻ പോയതാണ്. ഒരു ഭയങ്കര അടിപൊളി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ട്രെയിനറുമാണ് ഇവിടുത്തെ മെയിൻ. കാരണം അത് കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ വളരെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ചെറിയ പ്രായത്തിൽ പഠിക്കാത്തത് കൊണ്ടും പിന്നെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഏജിൽ പഠിക്കുന്നത് കൊണ്ടും ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ, നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ ഒക്കെ കോൺഫിഡൻസ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സ്കില്ല് പഠിക്കുമ്പം. കാര്യം നമ്മൾ കടലിലാണ് കുറച്ച് വർഷങ്ങളായിട്ടെങ്കിലും വെള്ളം കാണുമ്പോൾ ഒരു പേടി, വെള്ളം കണ്ട് പേടി മാറിയെങ്കിലും അത് ചാടുമ്പോഴുള്ള പേടി അതുള്ളത് തന്നെയാണ്. അങ്ങനെ കുറച്ചൊന്നൊരു എഫേർട്ട് ഇട്ടും പിന്നെ എൻ്റെ ട്രെയിനറുടെ നല്ലൊരു മോട്ടിവേഷനും ഭയങ്കര കോൺഫിഡൻസും കാരണം ഞാനങ്ങനെ സ്വിം ചെയ്തു. എൻ്റെ എത്രയോ നാളത്തെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞാൻ കുറേ വർഷങ്ങൾ കൂടി എൻ്റെ ലൈഫിൽ എന്നെപ്പറ്റി ഓർത്തുന്ന പ്രൗഡായൊരു കാര്യമാണ്. ഇതും നമ്മുടെ നാട്ടിലെ ഒരു നല്ല ആഴമുള്ളൊരു കുളമാണ്. സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, നല്ല ആഴമുള്ള ഒരു നാച്ചുറൽ കുളത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ്, നമ്മൾ പഠിക്കുന്ന ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള പീക്കിരികൾ തൊട്ട് 60 വയസ്സുള്ള നല്ല എനർജറ്റിക് അമ്മമാർ വരെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ തന്നെ ഒരു അടിപൊളി വൈബാണ് പഠിക്കാനായിട്ട്. അങ്ങനെ ഞാൻ തന്നെ വിശ്വസിച്ചില്ല ഞാൻ സ്വിം ചെയ്തെന്ന്. എന്നിട്ട് അത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയേക്കാന്ന് വിചാരിച്ച് നമ്മുടെ കോതമംഗലം മൂവാറ്റുപുഴ സൈഡിലൊരു പുഴയുണ്ട്. അവിടെ ഞാൻ വരുന്നതിന് ഒരു ദിവസം മുന്നേ ആ പുഴയിൽ കൂടി പോയി നീന്തിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു സ്കില്ല് എനിക്ക് പഠിക്കാം. ഇനി ഞാൻ സ്വിമ്മിങ് പഠിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇപ്പം നമ്മുടെ സ്വന്തം മെക്സിക്കോയിൽ വന്ന് അവിടെയും ഞാൻ സ്വിം ചെയ്തു. അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം പഠിച്ചെടുത്തതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ ലേറ്റായി പോയി, ഇനി ചിലപ്പോൾ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊരു കുറച്ച് എഫേർട്ട് ഇടും, പിന്നെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിനറും കിട്ടുവാണെങ്കിൽ നമ്മുടെ നൈക്കിക്കാർ പറയുന്ന പോലെ ജസ്റ്റ് ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു ബാക്കിയൊക്കെ അങ്ങ് നടന്നോളൂ. അപ്പോൾ ഓക്കെ, ബൈ.